അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. കർത്താവായ യേശു നമ്മോട് ഇന്നും ഓർമ്മിപ്പിക്കുന്നത് ഈ വചനമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഒന്നാമതായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മീയമായി നാം എപ്പോഴും ഉണർന്നിരിക്കണം. ആത്മീയമായ ഉറക്കം അപകടമാണ്. ലോകത്തിലെ പ്രലോഭനങ്ങളും പരീക്ഷകളും എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാകാം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നു തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം എപ്പോഴും ആത്മീയമായി ജാഗരൂകരായിരിക്കണം. നമ്മുടെ ചിന്തകളെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയില്ലാത്ത ജീവിതം നമ്മെ എളുപ്പത്തിൽ പരീക്ഷകളിലേക്ക് നയിച്ചേക്കാം. രണ്ടാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് ആത്മീയ ശക്തിയുടെ ഉറവിടം. കർത്താവായ യേശു തന്നെ പലപ്പോഴും ഏകാന്തമായ സ്ഥലങ്ങളിലേക്ക് പോയി പ്രാർത്ഥിച്ചിരുന്നു. യേശുവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയധികം ആവശ്യമാണ്. നമ്മുടെ ശക്തിയിൽ മാത്രം നാം ആശ്രയിച്ചാൽ നാം വീണുപോകാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷകളെ നേരിടാനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് നൽകും. ഈ വചനം മറ്റൊരു പ്രധാന കാര്യം കൂടി നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ അനുസരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ ബലഹീനതയുള്ള ജഡം നമ്മെ പിന്നിലേക്ക് നയിച്ചേക്കാം. റോമർ 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നു. ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് എന്ന് പൗലോസ് ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് എപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം ഇന്ന് ധ്യാനിക്കുന്ന ഈ വചനത്തിലൂടെ കർത്താവായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് പരീക്ഷയിൽ വീഴാതിരിക്കാൻ മുൻകൂട്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു മുൻകരുതലുമാണ്. ദാനിയേൽ 6-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ദാനിയേൽ പതിവായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ വലിയ പരീക്ഷ വന്നപ്പോഴും അവൻ തൻ്റെ പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ആയിരിക്കണം. പ്രശ്നം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ പ്രശ്നം വരുന്നതിന് മുൻപ് തന്നെ പ്രാർത്ഥിക്കുന്നവരാകാം. നമ്മുടെ പ്രത്യാശ നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, കർത്താവായ യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം, ദൈവവചനത്തിൽ നിലനിൽക്കാം, യേശുവിൽ ആശ്രയിക്കാം. അപ്പോൾ പരീക്ഷകൾ വരുമ്പോൾ നാം സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളുടെ ബലഹീനതകൾ അറിയുന്നു. പരീക്ഷകളിൽ വീണുപോകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും കാത്തുകൊള്ളണമേ, ശുദ്ധീകരിക്കണമേ. വചനത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണമേ. എല്ലാ പരീക്ഷകളും ജയിക്കുവാൻ
പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.